tell with your eyes. You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe, breathe in, breathe deep. You know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe, breathe in, release. You know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to sleep. Baby, you know that I want mine. If we get no rest till the sunrise, I plan to love you all my life, until you meet your chariot. Break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Baby, you know that I want mine. സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാര. നന്ദി കൊണ്ടെൻ്റെ ഉള്ള നന്ദി നീറായുന്നേ, സന്നാമോടെ സ്തുതി പാടിടുന്നേ. ദേവാസന്നാമോടെ സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തിയുള്ള മകൾ ശക്തി നീയേ. നാഥ അന്തിമകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപാര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാര.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമീൻ. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാവുന്ന ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയ്ക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്ത മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടതകളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീർച്ചമാക്കുന്നതിനായും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായി വിളിച്ചു പറയുമാറാകണമേ. ആമീൻ. നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടച്ചു കളയരുതേ. കർത്താവേ ഞങ്ങൾ പാവങ്ങളായിട്ട് പറയുന്നത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം വായ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം വർക്കൽ ഇറക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമീൻ. ഉയരപ്പെട്ടവന്റെ രഹസ്യസ്ഥലത്തിരിക്കുന്നവൻ കർത്താവിന്റെ നിഴലിൽ സ്തുതിക്കപ്പെടുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും ശരണവും സങ്കേതവും കർത്താവിനെ കുറിച്ച് പറയുക. എന്തെന്നാ വിരുദ്ധത്തിന്റെ കടയിൽ നിന്നും ബദ്ധസംസാരത്തിനോ നിന്റെ വീടുള്ളൂ. തന്റെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിച്ച് അവന്റെ ചെറിയ കീഴിൽ നീ മറിക്കപ്പെടും. അവന്റെ സത്യം നിന്നെ ആയുധമായി ചുറ്റും. നീ രാത്രിയുടെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വാനത്തിൽ നിന്നും ചെയ്തുവെന്ന് കാറ്റിൽ നിന്നും ഭയപ്പെടേണ്ട. നിന്റെ ഒരു ഭാഗത്തായാലും അവിടുത്തെ ഭാഗത്തായാലും വീഴും, എങ്കിലും അവർ നിങ്ങളെ കിടക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കി ദുഷ്ടന്മാർക്കുള്ള ഹൃദയത്തെ കാണും. എന്നാലും നിന്റെ വാസനം വെച്ചതിന്റെ ശ്രമത്താവുന്നു. ദോഷത്തിനോടൊക്കെയില്ല, ആശിഷില്ല. എന്നാൽ സകല വഴിയിൽ നിന്നെ സൂക്ഷിപ്പാനും നിലപാടിന് വിരുദ്ധമാതിരിപ്പാനും അവന്റെ കഴിയുന്നതിനെ വഹിപ്പാനും നിന്നെ കുറിച്ച് മാലാഖമാരോട് കൽപ്പിക്കും. ചോട്ടും ബാലസമൂഹത്തെയും പെരുമ്പാമ്പിനെയും നീ മതിക്കും. എന്നാൽ അവൻ എന്നെ രക്ഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവനെന്റെ നാമം ഞാൻ അവനെ ഉറപ്പിക്കും. അവൻ എന്നെ വിളിക്കും, ഞാൻ അവനോട് ഉത്തരം പറയും. ഞാൻ ഉപദ്രവത്തിനോടുകൂടി അവനെ ഉറപ്പിച്ച് ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിയാക്കി രക്ഷവനെ കാണിക്കും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കടമകളെ ഉയർത്തും. എവിടെ നിന്നെ സഹായിക്കുന്നവൻ വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാവുന്നു. അവൻ നിന്റെ കാലുകളാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നില്ല. കാവൽക്കാരനാകുന്നു. കർത്താവിന്റെ വലത്തോടെ നിടലിടും. പകലാത്തിനെങ്കിലും രാത്രി ചന്ദ്രൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷം നിന്നെ പരിപാലിക്കും. അവൻ നിനക്ക് വൃത്തിയും പരിപാലിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ. വിലപ്പെട്ടവന്റെ മറുപടിയിരിക്കുന്ന കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവ്വം കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. സ്തുതിക്കപ്പെട്ട രാജാവ് നീയാപ്പെട്ട സന്ധിയും മുടിയുള്ള രാവും ഞങ്ങൾക്ക് തിരയണമേ. ഞങ്ങളുടെ നിന്റെ പക്കൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചെയ്യണമേ. ഞങ്ങളെ കുറിച്ച് നിന്റെ കൃപണവും നൽകണമേ. നിന്റെ സ്ലീവാദപ്പെട്ട എന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ആവശ്യിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾ കൃഷ്ണവും രക്ഷയും നീ ചെയ്യണമേ. നിന്നെ പ്രസവിച്ച് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ഞങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വറ്റൻ ഫലമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സർവ്വവും നിർമ്മിക്കപ്പെടുന്നവനും മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവ് വിശുദ്ധ കന്യകയിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായ പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലെറിയപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരുമനസ്സുപ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും തീർപ്പാൻ തന്റെ വലിയ മൊത്തത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറുവാനും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമാണ് ഇവിടെ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഈർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. പാർക്കുമോ സമൻകാലസ് ക്രിയലായിസോൻ ക്രിയലായിസോൻ ക്രിയലായിസോൻ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാനൻ പക്കലപേക്ഷയാണ് കേളം വാഴ്വായി തീരണമേ അവൾ തൻ യാചനകൾ കോട്ടയതാകട്ടെ. പാർക്കുമോ ദൈവസുതൻ ജനനീ കന്യകമറിയാമിൻ ഓയാ മുഴുവനിലും പരിമളമേകുന്നു. മൊറിയോറാഹെ മേലയിലുവാതാറേ. തീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടാ തീക്കൂലിങ്ങും സകത ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനി ചോക്ക സ്തൗമൻ കാലസ്കുറിയേലായിസോ. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേക്കും. കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണം. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് അറിയുന്നതല്ലോ. പ്രിയ ജെറിൻ്റെ വിവാഹത്തോടനുബന്ധിച്ചുള്ളതായ അതിൻ്റെ മുൻകുറിയായിട്ടുള്ളതായ ചന്തൽ ചാർത്തൽ ചടങ്ങുകൾ ഇവിടെ നടക്കുമ്പോൾ ഇന്നത്തെ ഈ ചടങ്ങുകളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇവിടുന്ന് സഹായിക്കണമേ. കടന്നു വരേണ്ടവരൊക്കെയും യഥാസമയം കടന്നു വരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും തിരുനാമ മഹത്വത്തിന് ഉതകുന്നതായി തീർക്കണമേ. പ്രത്യേകിച്ച് 28-ാം തീയതി നടക്കുന്നതായ വിവാഹ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും നീ അനുകൂലമാക്കണം. ദേവാലയത്തിൽ വെച്ച് ഈ മക്കൾ വിവാഹിതരാകുമ്പോൾ സ്വർഗം തുറന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങ് മധ്യസ്ഥനായി ഇവരെ അവിടുന്ന് യോജിപ്പിക്കുമ്പോൾ കർത്താവെ മാതൃകാപരമായൊരു കുടുംബജീവിതം അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നയിപ്പാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹശുശ്രൂഷയിൽ ആശീർവദിക്കുന്ന എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാളുകൾക്ക് ശേഷം കർത്താവ് ചെയ്ത വൻകൃപകളെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുത്ത് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. തലമുറയുടെ നന്മ കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. പടിഞ്ഞാറാം മുറിയിൽ ജെയ്സൻ്റെയും മിനി ജെയ്സൻ്റെയും മകൻ ജെറിൻ്റെ വിവാഹത്തോട് അനുബന്ധിച്ചതിന് മുൻകുറിയായി നടത്തപ്പെടുന്നതായ ചന്തം ചാർത്തൽ ചടങ്ങാണ് ഇനിയും ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ സ്ഥലമുണ്ട്. അവിടെ നിൽക്കുന്നവർക്കൊക്കെ മുൻപോട്ട് കടന്നു വന്ന് ഇരിക്കാവുന്നതാണ്. നമുക്കറിയാം ഈ ചടങ്ങ് ക്നാനായക്കാർക്ക് മാത്രം
നടത്തുവാൻ അർഹതപ്പെട്ടതായ ഈ ചടങ്ങാണ് ചന്തം ചാർത്തൽ ചടങ്ങെന്ന് പറയുന്നത്. AD 345 ക്നായിത്തോമായുടെ നേതൃത്വത്തിൽ ഒരു സംഘം മലങ്കരയിലേക്ക് കുടിയേറി നമുക്ക് ചേരമാൻ പെരുന്നാൾ 72 പദവികൾ നമ്മുടെ പൂർവ്വപിതാവായ ക്നായിത്തോമയ്ക്ക് നൽകി. നമുക്കറിയാം നമ്മുടെ വിവാഹത്തിന് ചില പ്രത്യേകതകളുള്ളത്. നമുക്ക് ഒത്തുകല്യാണമുണ്ട്, വരനാണെങ്കിൽ ചന്തം ചാർത്തൽ ചടങ്ങുണ്ട്, വധുവാണെങ്കിൽ മൈലാഞ്ചിയിടി ചടങ്ങുണ്ട്. ഈ ചടങ്ങുകളൊക്കെ നടത്താനുള്ളതായ അധികാരം ഗ്രാനായക്കാർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്ന് മറ്റ് പല സഭാ സമൂഹങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ളതായ ഈ ചടങ്ങുകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം വരും തലമുറ, നമ്മുടെ ഈ വളർന്നു വരുന്നതായ തലമുറ, നമ്മുടെ പാരമ്പര്യങ്ങൾ, തനിമകൾ ഇത് മനസ്സിലാക്കുവാനും നമ്മുടെ സമുദായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുവാനും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഈ ചടങ്ങുകൾ ഇത് കണ്ട് ഒരു മുഖാന്തരമായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. ഇവിടെ ഇനിയും ധാരാളം പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. കൃത്യസമയത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളും അവസാനിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ ജെയ്സൺ, മിനി അവർ ഐത്തലപ്പള്ളി അല്ലെങ്കിൽ ചെറുകുളഞ്ഞി പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ് ബേബിച്ചാൻ്റെ പടിഞ്ഞാറമുറയിലെ കുടുംബം. പക്ഷേ അവരിന്ന് ജോലി സംബന്ധമായിട്ട് UK-യിലായിരിക്കുന്നു. അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടെയും ഒരു ദേവാലയത്തിൽ അവർക്ക് അംഗത്വമുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്നതായ ബർമിംഗ്ഹാം സെൻറ്റ് സൈമൺസ് ക്നാനായ ഇടവകയിലെ അംഗങ്ങളാണ് ജെയ്സണും അതുപോലെ തന്നെ മിനിയും ജെറിനും. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ അവർ ആ ദേവാലയത്തിൽ വരികയും എല്ലാ ആരാധനകളിലും കുർബാനകളിലും മുടങ്ങാതെ വന്ന് സംബന്ധിക്കുകയും ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഞാൻ ബേബിച്ചാനെ പറ്റിയും പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ സഭയുടെ വിശ്വാസം, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുകയും മേൽപ്പെട്ടക്കാരെയും പുരോഹിതന്മാരെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം. ആ ബേബിച്ചാൻ കാട്ടിക്കൊടുത്തതായ ആ നല്ല അംശങ്ങൾ ജെയ്സനും ഇന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനും ജെയ്സനും ഒരുമിച്ച് പഠിച്ചതാണ് ചെറുകുളഞ്ഞി സ്കൂളിൽ. ആ വലിയ സ്നേഹബന്ധം ഇന്നും തുടരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ബർമിംഗ്ഹാം സെൻറ്റ് സൈമൺസ് ക്നാനായ ഇടവകയിലെ എല്ലാ ഇടവക അംഗങ്ങളുടെയും അവിടുത്തെ ഔദ്യോഗിക ഭാരവാഹികളുടെയും പേരിൽ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ദൈവനാമത്തിൽ നേരുന്നു. 28-ാം തീയതിയാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് ഈ ആർഭാടങ്ങളൊക്കെയും അത് ഏതാനും മണിക്കൂറുകൾ, ഏതാനും ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമുക്കറിയാം, അത് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും 1, 2, 3 അല്ല 10 പ്രാവശ്യം മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷപ്രദമായ ഒരു ജീവിതം അവർക്ക് നയിക്കണമെങ്കിൽ ക്രിസ്തു മധ്യസ്ഥനായിട്ട് ഒരു കുടുംബജീവിതം അവർക്ക് നയിച്ചാലേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ജെറിൻ ഇവിടെയുണ്ട്. ജെറിൻ്റെ നിയുക്ത സഹധർമ്മിണിയും ഇവിടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ എനിക്ക് അവിടെ ഇനി കത്തോലിക്ക പള്ളിയിൽ പോയി ആശംസകൾ പറയാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ പറയട്ടെ, മക്കളെ, ദൈവത്തെ മുറുകെ പിടിക്കുക. എവിടെയായിരുന്നാലും ജീവിത അന്ത്യം വരെ ദൈവത്തെ മറന്ന് നിങ്ങളൊന്നും ചെയ്യരുത്. ദൈവമാണ് മധ്യസ്ഥനായ, പുരോഹിതർ കാർമ്മികർ മാത്രമാണ്. സ്വർഗം തുറന്ന് മധ്യസ്ഥനായ ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ആ ഉത്തമമായ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 2:18 ഇപ്രകാരം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് കണ്ട് തക്ക തുണയെ അവൻ ഉണ്ടാക്കി കൊടുക്കും. കർത്താവ് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഒന്ന് മാത്രമേ നല്ലതല്ല എന്ന് പറഞ്ഞുള്ളൂ. സർവ്വ സൃഷ്ടിയും നല്ലതെന്ന് കണ്ടു, ഒന്നു മാത്രം നല്ലതല്ല എന്ന് പറഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. കർത്താവാണ് കുടുംബം സ്ഥാപിച്ചത്, നമുക്കറിയാം. അതുകൊണ്ട് ജെറിൻ പ്രത്യേകമായിട്ട് ഓർക്കുക, തക്ക തുണയെ തന്നെയാണ് ജെറിന് ദൈവം നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ബെസ്റ്റായിട്ടൊരു തുണ ഇല്ല, അത് തിരിച്ചറിയുക. നിങ്ങൾക്കറിയാമല്ലോ, വിവാഹം ചെയ്തതിന് ശേഷം ഇനി കമ്പയർ ചെയ്യരുത്, ഒരിക്കലും അരുത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തുണയാണ് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. അതോടൊപ്പം അന്ന് നടക്കുന്നതായ 28-ാം തീയതി നടക്കുന്നതായ ശുശ്രൂഷ, ആ ദേവാലയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാകുവാൻ, പുരോഹിതന്മാരിൽ കൂടെ ദൈവം നിങ്ങളെ യോജിപ്പിക്കുവാൻ,
മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും ദൈവം അനുകൂലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ശകലം ഒരു ക്യാപ്പ് വേണോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് 5 മിനിറ്റ് കൂടുതൽ എടുത്തോന്ന് പറഞ്ഞു. അച്ഛനത് മനസ്സിലായത് പെട്ടെന്ന് നിർത്തണമെന്നാണ്. സോറി അച്ഛനെ തുടർന്നൊന്ന് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒന്ന് കേൾക്കുകയും ചെയ്യാമല്ലോ. ഏതായാലും ഓക്കെ, താങ്ക് യു അച്ഛാ. ഒരു ദൈവനിയോഗമായിട്ട് നിങ്ങൾ കരുതുക. അത് കണ്ടിന്യൂ ചെയ്യാൻ പോകും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, തക്ക തുണയെ തന്നെയാണ് ജെറിന് ദൈവം നൽകിയിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം. ചിലത് പറയും ഇനി അച്ഛനാണ് എന്നെ കെട്ടിച്ചത്, ഇനി അച്ഛനാണ് എന്നെ കെട്ടിച്ചത് എന്ന് പറയും. അച്ഛനൊരു കാർമ്മികൻ മാത്രമാണ്. അച്ഛനിലൂടെ ദൈവമാണ് നിങ്ങളെ സംയോജിപ്പിക്കുന്നത് എന്നുള്ളതായ സത്യം നിങ്ങൾ തിരിച്ചറിയുക. അപ്പം നിങ്ങൾ 2 പേരുണ്ട്. ആ 2 പേരുടെ ഇടയിൽ മധ്യസ്ഥനായിട്ട് ആരുണ്ട്? കർത്താവുണ്ട്. അപ്പം ജെറിൻ്റെ സഹധർമ്മിണിയെ നോക്കേണ്ടത് ക്രിസ്തുവിലൂടെ വേണം നോക്കാൻ. അതുപോലെ തന്നെ ജെറിന് ഇനിയും ഭാര്യയായി പോകുന്ന ആ മകൾ, എനിക്ക് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷെയ്ൻ നോക്കേണ്ടത് മിഷേൽ ഇനി നോക്കേണ്ടത് ക്രിസ്തുവിലൂടെ വേണം ജെറിനെ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ നോക്കുമ്പോഴാണ്, ലോകപ്രകാരം നോക്കുമ്പോഴാണ് നമുക്ക് ന്യൂനതകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ ന്യൂനതകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ 3-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ, ചില സാഹചര്യങ്ങളിൽ ക്ഷമിക്കാനുള്ള ഒരു കൃപ. ഒന്ന് മൗനം പാലിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ചില അവസരങ്ങളിൽ. ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ കുടുംബജീവിതം. നമുക്കറിയാമല്ലോ, കുടുംബജീവിതത്തിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് വിട്ടുകൊടുത്താൽ, ഒന്ന് ക്ഷമിച്ചാൽ, ഒന്ന് മൗനം പാലിച്ചാൽ, ഒന്ന് മിണ്ടാതെ ഇരുന്നാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ കുടുംബജീവിതത്തിൽ. അതുപോലെ നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ക്ഷമിക്കുവാനും മറക്കുവാനും ആ ഒരു ദൈവികമായ കൃപ നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 4-ാമത്തെ കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്ത വ്യക്തി, പ്രാർത്ഥനയില്ലാത്ത കുടുംബം, പ്രാർത്ഥനയില്ലാത്ത ഇടവക, പ്രാർത്ഥനയില്ലാത്ത സഭ അത് നിലനിൽക്കുകയില്ല. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി, ഇവിടെ നടക്കുന്നതായ ഈ ആഡംബരങ്ങളും ഇത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് താൽക്കാലികമേ ഉള്ളൂ. എല്ലാം മായയാണ്. നമ്മളത് തിരിച്ചറിയുക. എല്ലാം മായ. പക്ഷെ വേണം, ആവശ്യത്തിന് വേണം, അതൊക്കെ വേണം തന്നെ. പക്ഷെ നിലനിൽക്കുന്നത് പ്രാർത്ഥന. അപ്പോൾ ഇന്ന് മുതലല്ല, ഞാൻ പറയുന്നു, ഇന്ന് മുതൽ പ്രാർത്ഥിച്ചില്ല എങ്കിലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ പിതാക്കന്മാരൊക്കെ എങ്ങനെയാണ് നിലനിന്നത്? അന്ന് ഒന്നുമില്ലായ്മയിൽ കൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. എന്നാൽ ദൈവകൃപയുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഒന്നുമില്ലായ്മയിൽ അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു, നമുക്ക് സമാധാനമുണ്ടായിരുന്നു. കാരണം കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും സമാധാനമുണ്ട്. ഇന്ന് നമുക്കെല്ലാം ഉണ്ട്, എങ്കിലും എന്തോ ഒരു കുറവുണ്ട്. അതുകൊണ്ട് എനിക്ക് ജെറിനോടും മിഷേലിനോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ആ കുടുംബം എന്നും നിലനിൽക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ മുട്ടുമടക്കിയാൽ, ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കിയാൽ മറ്റാരുടെ മുമ്പാകെ മുട്ടുമടക്കേണ്ടി വരികയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുകയാണെങ്കിൽ മറ്റുള്ളവൻ്റെ ആരുടെയും മുമ്പിൽ നമുക്ക് കരയേണ്ടി വരികയില്ല. ഈ സത്യം കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. വരുന്ന ഈ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം എങ്കിലേ അതിനെ നിലനിൽപ്പുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങാനായിട്ട് ഇടയാകരുത്. നിങ്ങൾക്ക് കല്യാണം കഴിയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട വൈദികർ തരുമായിരിക്കും. വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. അന്ന് രാത്രി മുതൽ തന്നെ കൈകോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. അറ്റ്ലീസ്റ്റ് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. വിവാഹ ശുശ്രൂഷയിലെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്കുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് ആ വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. തലമുറയെ വേണം, എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണം. നിങ്ങളെ കണ്ട് ഇപ്പോൾ ജെറിനും മിഷേലും നിങ്ങളൊരു റോൾ മോഡലാകണം ഇനിയും വരുന്ന തലമുറയ്ക്ക്. നിങ്ങളെ കണ്ട് പറയണം, യഥാർത്ഥത്തിൽ ഇവർ ശരിയായ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. ഇവരെ കണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ ഇടയായി തീരണം. എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം
കുഞ്ഞുനാൾ മുതലേ ഇവരെല്ലാം അറിയാവുന്നവരാണ്. ഇവരുടെ ആ കുടുംബജീവിതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഇവിടെ വിരമിപ്പിക്കുന്നു. വാക്കുകളുടെ ഇടയിൽ നല്ല സുന്ദരനായ ഒരു യുവാവിൻ്റെ ആളായിരുന്നു. ഇപ്പോഴും ആ യുവത്വം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞായിരുന്ന ഞങ്ങളൊക്കെ ജെയ്സൺ ചാനെക്കാട്ടി പ്രായമുള്ള ആളുമായി. അങ്ങനെ ജെയ്സൺ ചാനുമായിട്ട് നല്ലൊരു ബന്ധം പടിഞ്ഞാറേ മുറിയിൽ ഞങ്ങൾക്കുണ്ട്. ജെറിൻ്റെ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ചന്ദൻ ചാർത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒന്നാമത്തെ ഗാനമായ പ്രാർത്ഥനാ ഗാനം ആലപിക്കുമ്പോൾ മക്തോമ നന്മയാണ് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം ആലപിക്കുമ്പോൾ മീഖ ഈ സമയത്ത് നിലവിളക്ക് തെളിയിച്ച് കിഴക്കുമുഖമായിരിക്കുന്നതാണ്. സ്വാഗതം ചെയ്യുന്നു. പിരിച്ചിരിക്കുന്ന പായുടെ മുകളിലായി നിലവണ വരയ്ക്കുക എന്നുള്ള ചടങ്ങാണ് നടക്കേണ്ടത്. നിലവണ വരയ്ക്കേണ്ടതിനായി ടോണി ആൻഡ് മേഗൻ, ടോണിയെയും മേഗനെയും എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 3 പ്രാവശ്യം നിലവണ വരയ്ക്കട്ടെ എന്ന് സദസ്സിനോട് അനുവാദം തേടി നിലവണ വരയ്ക്കേണ്ടതാണ്. നിലവണ വരയ്ക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കുക. നിലവിള വരച്ചോട്ടെ. കേട്ടില്ല. നിലവിള വരച്ചോട്ടെ. കേട്ടില്ല. നിലവിള വരച്ചോട്ടെ. കേട്ടു. സഫിയുടെ അനുവാദം തേടി പായുടെ മുകളിലായി മോളെ മൈക്രോഫോൺ ഇവിടെ കൊടുത്തേനെ. നിലവണ വരയ്ക്കുക. അതിന്റെ മുകളിലായി വെള്ളവസ്ത്രം വിരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. പീഠത്തിന്റെ മുകളിൽ പരിശുദ്ധിയുടെ അടയാളമായ വെള്ളവസ്ത്രം വിരിക്കേണ്ടതിന് കാത്തിയും സാറയും വെള്ളവസ്ത്രം വിരിക്കുന്നതിനായി ഇത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കിണ്ടിയിൽ വെള്ളം, കൊളാമ്പി, പല്ല് തേക്കാനുള്ള ഓമക്കരി, തലയിൽ തേക്കാനുള്ള എണ്ണ മുതലായവ പാടയുടെ വശത്തായി ക്രമീകരിക്കുന്നത്. ഷോൺ, ടീന ആൻഡ് മേഗൻ. കിണ്ടിയിൽ വെള്ളം, കൊളാമ്പി, പല്ല് തേക്കാനുള്ള ഓമക്കരി. പല്ല് തേക്കാനുള്ള ഓമക്കരി അദ്ദേഹം കൊണ്ടുപോകും. അതുണ്ടെങ്കിൽ മാത്രം എണ്ണയുണ്ട്, എണ്ണയോട് കൊടുത്താൽ ഓമക്കരിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നോളും, പരികർമ്മി കൊണ്ടുവന്നോളും. കിണ്ടിയിൽ വെള്ളം, കൊളാമ്പി, എണ്ണ.
ತಂಗಾಟಿ ಗುಮರನಂಗರ ಗುಮರನಂಗರ ತಂಗಾಟಿ ಮಾಣಿನಂಗರ ಮಾಣಿನಗರ ತಂಗಾಟಿ ಮತ್ತೊಮ್ಮಲ ತಂಡೆ ಮಾಣಿನಗರ ತಂಗಾಟಿ ಮತ್ತೊಮ್ಮಲ ತಂಡೆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲಕೊಂಡ ಮಾಣಿನಗರಕ್ಕೆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲಕೊಂಡ ಚುಂಕಟಿ ನಗರಕ್ಕೆ ಆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲಕೊಂಡ ಮಾಣಿನಗರಕ್ಕೆ ಎಣ್ಣಾಕೊಂಡ ಮಂಜಲಕೊಂಡ ಚುಕ್ಕಟಿ ನಗರಕ್ಕೆ ಮಾಣಿನಗರ ತಂಗಾಟಿ ಗುಮರನಗರ ಗುಮರನಗರ ತಂಗಾಟಿ ಮಾಣಿನಗರ
ചെറുക്കൻ്റെ അളിയൻ ചെറുക്കനുമായി ഈ സമയത്ത് വേദിയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം ചെറുക്കൻ്റെ അളിയൻ ചന്ദൻ ചാർത്ത ചെറുക്കനെ പിടിച്ചിരുത്തട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചറിവാൻ വേണ്ടി പിടിച്ചിരുത്തുന്നതാണ്. ചന്ദൻ ചാർത്താൻ പിടിച്ചിരുത്തട്ടെ. ചന്ദൻ ചാർത്താൻ ചന്ദൻ ചാർത്താൻ പിടിച്ചിരുത്തട്ടെ. സുന്ദരനായ ഒരു വ്യക്തിയാണ്. നല്ല സൗന്ദര്യം, എല്ലാം കൊണ്ടും ചിരിയൊക്കെ നല്ല മനോഹരമായ ചിരി. കൂട്ടുകാരൊക്കെ ഒരു കൈയടിച്ചത് തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ കുടിമുറിശീലൻ അതിലോലൻ മുഖവടിവേലൻ ജനതോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ഉലകം പതയ്ക്കുന്ന ക്രീമുമായെത്തി വദനം മിനുക്കുന്ന മീശപ്രകാശ പ്രകാശ. ആമാശയത്തിന്റെ രോമാശയങ്ങൾ ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ. മുഖത്തിനെ പോലെ ഒന്നുമേ അറിയാത്ത എല്ലാം ഒളിപ്പിച്ചു ഒരു കാലൻ കുടിമുറിശീലൻ അതിലോലൻ മുഖവടിവേലൻ ജനതോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. എൻ്റെ പൊന്നോ, എൻ്റെ ദൈവതമ്പുരാനെ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് കാലം കുറേ ആയില്ലേ? അതെങ്ങനെ കാണാനാ? നിങ്ങളൊക്കെ അങ്ങ് വെളിരാജ്യത്തും ഞാൻ അവിടെ നിന്ന് കുട്ടനാട്ടിലടിക്കും പോകുന്ന കാരണം എല്ലാവരെയും കണ്ടു മറന്നു. എന്തായാലും പടിഞ്ഞാറേ മുറിയിൽ ജെയ്സിൻ്റെയും മിനിയുടെയും മകനായ ജെറിൻ മോൻ്റെ ചന്ദൻ ചാർത്തൻ എന്നെ വിളിച്ചല്ലോ. അതിന് വളരെയേറെ സന്തോഷവും നന്ദിയും കൃതജ്ഞതയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ചന്ദൻ ചാർത്താൻ പോവുക. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. ഓരോളമൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കണം. ജെറിൻ മോനെ ഓർക്കുന്നുണ്ടോ? മറന്നുപോയി. അന്ന് ഇത്ര പോലുള്ള പ്രായമായിരുന്നു. പഴയ കുസൃതിയൊക്കെ ഉണ്ടോ എപ്പോഴും? വന്നിട്ടുണ്ടോ കക്ഷി? എന്തേ എവിടെ ഇരിക്കുന്നു? ഒന്ന് കൈയടിച്ചു, ഒന്ന് കൈ പൊക്കി കാണിച്ചു. ഞാനും എൻ്റെ കൊച്ചിൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. കണ്ടു. ഓ, നല്ലൊരു മാലാഖ കുട്ടിയാ. ചെറിൻ മോനും സുന്ദരനാ. ചന്ദൻ ചാർത്തൻ്റെ കാര്യമൊന്നുമില്ല. എന്തായാലും ഇനിയും വർത്തമാനം പറഞ്ഞ സമയം പോകുന്ന അറിഞ്ഞില്ല. എനിക്കങ്ങ് കുട്ടനാട്ടിൽ എത്തേണ്ടതാ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ചന്ദൻ ചാർത്തങ്ങ് നടത്താം. 17 പരിശുകൾക്ക് മേലെ അധികാരമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ചോദിക്കുന്നു, ജെറിൻ മോന് ചന്ദൻ ചാർത്തട്ടെ. 17 പരിശുകൾക്ക് മേലെ അധികാരമുള്ള മാളോകരോട് ചോദിക്കുന്നു, ജെറിൻ മോന് ചന്ദൻ ചാർത്തട്ടെ. കേട്ടില്ല പോലും കേട്ടില്ല. 17 പരിശുകൾക്ക് മേലെ അധികാരമുള്ള മാളോകരോട് ചോദിക്കുന്നു,
ചെറുക്കന് ചന്തം ചാർത്തട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? ചന്തം ഇഷ്ടപ്പെട്ടോ? എന്നാ കൈയടിക്കണം, അതല്ലേ ഒരു ത്രില്ലിങ്. എൻ്റെ ചെറുക്കൻ്റെ നാണോ ഇരിപ്പ് കണ്ടോ? എന്നാ മോനെ കല്യാണം എന്നാ 28-ാം തീയതി ഇനി അടുത്തല്ലോ. എൻ്റെ ദൈവം എന്തൊരു നാണോ പോയർക്ക. എനിക്കും ചില നാണം വരിക. അപ്പം ഇനി ഈ സഭയില ഇരിക്കുന്നെങ്കിലും കണ്ണിവിടങ്ങല്ല, കണ്ണ് അങ്ങനൊക്കെയാ പരതി നടക്കുക. ഓ പറ്റി കള്ള. അവിടെ ഇനി അളിയന്മാരും
മറ്റേ സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാം കൂടെ വന്ന് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല മുണ്ടും കുളിപ്പിച്ച് ഇനി കൊണ്ടുപോവാ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, മിന്നു കെട്ടാൻ വേണ്ടി അൾത്താരയിലേക്ക് കൊണ്ടുപോകുമല്ലോ, അന്നേരത്തേക്ക് കൊട്ടും കുരവയും ആർപ്പ് വിളികളോട് വേണം കൊണ്ടുപോകാൻ. അടയാളവും ശിവീരം വെച്ച ഗജവീരന്മാരുടെ അകമ്പടി കൂടി കൊടുത്ത് തന്നെ വേണം അൾത്താരയിലേക്ക് എത്തിക്കാൻ. അപ്പോൾ കൊണ്ടുപോകുമല്ലോ, എന്നാൽ കൈയടിച്ച് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകും. യാത്രയാക്കുകയാണ്. me. 你。 Make 你。 an 你。
വെള്ളം ഒരുക്കുക. Kathy and Sarah. നിലവിളക്ക് തെളിയിച്ച് മിസൈൽ കിഴക്ക് മുഖമായി വയ്ക്കുക. ഇനി ആഘോഷപൂർവ്വം ഈ സമയത്ത് മണവാളവതിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന നുള്ളിക്കൊടുക്കുവാൻ പിടിച്ചിരുത്തട്ടെ. കിട്ടില്ല കിട്ടില്ല കിട്ടില്ലതേ അളിയ ചോദിച്ചത് കിട്ടില്ലതേ. മണവാളിനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ. കിട്ടില്ല കിട്ടില്ല കിട്ടില്ലതേ അളിയ ചോദിച്ചത് കിട്ടില്ലതേ. മണവാളൻ ജെറിനെ നുള്ളിക്കൊടുക്കാൻ പിടിച്ചിരുത്തട്ടെ. കിട്ടില്ല കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം വിവാഹം നിശ്ചയത്തിൽ കൂടി ഇന്ന് സ്വന്തം ചാർത്തി ഒരു മണവാള വധുവിലേക്ക് എത്തിയിരിക്കുന്നു. കാര്യത്തിന് വേണ്ടി ഒന്നര കേട്ടു. Out with your eyes, you know it gets me every time. I swear I wish I could read your mind. വന്യരായ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, നവദമ്പതികളെന്ന് പറയാൻ പറ്റുകയല്ലേ, നവദമ്പതികളാകാൻ പോകുന്നവരല്ലേ പോകുന്ന ജെറിന്, മിഷീൻ, എല്ലാവർക്കും വന്ദനം. ഇവരെ രണ്ടുപേരെയും അനുമോദിക്കുന്നതിൽ, ആശംസ അർപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്ത് സ്നേഹിതനായ ജെയ്സന്റെ മകനാണ്. നേരത്തെ ഞാൻ ഈ കുടുംബത്തിലെ വിവാഹം ആദ്യമല്ല, നേരത്തെ ഞാൻ അന്ന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വളരെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജെറിൻ ഇനി വിവാഹിതനാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ജെറിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മെഷീൻ വളരെ യോജിക്കുന്നു. നല്ല സുന്ദരിയാണ്. നല്ല യോജിപ്പുള്ള ആണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ജെറിൻ എന്ത് വിഷമിച്ചാണ് ഈ വാരിയലിൽ പോയി ഇവിടെ പോയി കണ്ടുപിടിച്ചത് ഇല്ലേ? വാരിയല്ലാണല്ലോ, വാരിയല് കണ്ടുപിടിച്ചത്. അപ്പോൾ ഏതായാലും കണ്ടുപിടിച്ചപ്പോൾ നന്നായിരിക്കുന്നു. നല്ല സെലക്ഷൻ. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷപ്രദമായ, സംതൃപ്തമായ, അനുഗ്രഹപ്രദമായ, അതുപോലെ സന്താന ബാഹുല്യമുള്ള കുടുംബജീവിതം അവർക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഭാവുകങ്ങൾ നേരുകയാണ്. ജെയ്സണുമായി പതിറ്റാണ്ടുകൾ നീണ്ട സ്നേഹബന്ധമാണ് എനിക്കുള്ളത്.
വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതലുള്ള സ്നേഹബന്ധമാണ്. റാന്നിയിൽ ചെല്ലുമ്പോൾ ജെയ്സന്റെ കടയായിരുന്നു നമ്മുടെ ആസ്ഥാനം. അങ്ങനെ ഉള്ള ഒരു വലിയ സ്നേഹബന്ധമാണ്. അത് ഇത്രയും കാലവും യാതൊരു മുടക്കവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ജെയ്സന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇംഗ്ലണ്ടിൽ പോയതിനു ശേഷവും കൂടെ ബന്ധപ്പെടുന്ന, സ്നേഹബന്ധം പുതുക്കുന്ന, വരുമ്പോഴൊക്കെ കൃത്യമായി കാണുകയും ആ സൗഹൃദം പുതുക്കുകയും ചെയ്യുന്ന ഒരു നല്ല സ്വഭാവ സവിശേഷത ജെയ്സനുള്ളത് ഞാൻ ഈ അവസരം ഓർക്കുന്നു. ആ കുടുംബത്തിൻ്റെ ഈ മംഗളകർമ്മത്തിൽ ഹൃദയപൂർവ്വം ഞാനും കുടുംബവും എൻ്റെ ആശംസകൾ നേരുന്നു. അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കാൻ പരമകാരുണികനായ ജയനിയന്താവ് ഇവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. P.K. Marcos, Mariama Marcos, Susama, ഇവർ മൂന്ന് പേരെ എത്രയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരി മെലിനി ബിജുവിനെ ഇച്ചപ്പാട് വയ്ക്കുവാൻ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇച്ചപ്പാട് വെക്കട്ടെ എന്ന് 3 പ്രാവശ്യം സഭയോട് ചോദിച്ച് അനുവാദം തേടി ഇച്ചപ്പാട് വെക്കുന്നതാണ്. ഇച്ചപ്പാട് വെക്കട്ടെ എന്ന് 3 പ്രാവശ്യം സഭയോട് ചോദിച്ച് അനുവാദം തേടി ഇച്ചപ്പാട് വെക്കുന്നതാണ്. ചോദിച്ചോ മോളെ. എച്ചിപ്പാട് വെക്കട്ടെ. അവകാശി ചോദിച്ചത് കേട്ടില്ലതേ. എച്ചിപ്പാട് വെക്കട്ടെ. കേട്ടില്ലതേ. അവകാശി ചോദിച്ചത് കേട്ടില്ലതേ. എച്ചിപ്പാട് വെക്കട്ടെ. കേട്ടല്ലോ അവകാശി ചോദിച്ചത് കേട്ടില്ലതേ. സഭയുടെ അനുവാദം തേടി ഇച്ചപ്പാട് വയ്ക്കുകയാണ്. സാധാരണ നിലയിൽ നമ്മുടെ മധ്യേ വൈദികരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വൈദികര് ആദ്യം നുള്ളിക്കൊടുക്കാറ് പതിവുണ്ട്. ഈ സമയത്ത് 3 വൈദികർ നമ്മുടെ മധ്യയുണ്ട്. ബഹുമാനപ്പെട്ട കുളമണയച്ചൻ, ബഹുമാനപ്പെട്ട കൊച്ചോനച്ചൻ, ബഹുമാനപ്പെട്ട സജിയച്ചൻ. Susama and Roy Abraham. P.K. Marcos, Mariama Marcos, Susama and Roy Abraham. മണവാളന് ഞുള്ളിക്കൊടുക്കട്ടെ. കേട്ടില്ലതേ. അവകാശി ചോദിച്ചത് കേട്ടില്ലതേ. മണവാളന് മുഞ്ഞുള്ളിക്കൊടുക്കട്ടെ. കേട്ടില്ലതേ. അവകാശി ചോദിച്ചത് കേട്ടില്ലതേ. മണവാളന് ഞുള്ളിക്കൊടുക്കട്ടെ. കേട്ടല്ലോ അവകാശി ചോദിച്ചത് കേട്ടല്ലോ. കൊടിയും ഹൃദയ രാജഭരണി വരികയുണ്ട്
ആശുമായി മാറി വരികയുണ്ട്. അവൻ കൂടെയുണ്ട് വാങ്ങിക്കൊണ്ട് കാലത്തു നിന്നെ വിളിച്ചെന്ന് അങ്ങേക്ക് പീഡിച്ചു തലയിറങ്ങി ഒരു പള്ളി തന്നിരുന്നു കൊണ്ട് കൊശത്തോടി ചെന്നു കൊണ്ടുപോക്ക് അപ്പോഴത്തേക്ക് മണ്ണൻ വീഴുമട്ടാലും അടുത്തത് സൂസൻ മാമുഷി. പൊടിയും ശരിയും കൂടെയുണ്ട് അവിടുത്തു മണ്ണനും കൂടെയുണ്ട് ആശുമായി മാറി വരികയുണ്ട്. അടുത്തതായി നുള്ളിക്കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറയുന്നു. രണ്ടാമത്തെ അവകാശിയായ അമ്മാച്ചൻ ജിജിമോൻ ആൻഡ് സീന, ബിജു ആൻഡ് പ്രീത, ജൂഡി ആൻഡ് പോൾ. ഇവർ 3 പേരെയും കുടുംബാംഗങ്ങളെ 3 പേരെയും എത്രയും സ്നേഹത്തോടെ ജെറിന് നുള്ളിക്കൊടുക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. നാമെല്ലാം തനിമേലും മരിച്ചിടാം കൊടുങ്ങല്ലൂരിൽ വന്നു കൊളുത്തിയ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും.
നിരാധാരം പ്രവണതകൾ ദൂരെ തട്ടി വളയുന്നു Indonesia, Jepang, Germany, USA നാനാദേശത്തായാൽ ഈ ജ്ഞാനായി കാരുണ്യോടെ Indonesia, Japan, Germany, USA നാനാദേശത്തായാൽ ഈ ജ്ഞാനായി കാരുണ്യോടെ ഓടുമോ നാമെല്ലാം അതിവേഗം ഓടിച്ചിടാം ഓടുമോ നാമെല്ലാം അതിവേഗം ഓടിച്ചിടാം കനിയുണ്ട് കനിയുണ്ട് കാട്ടിൽ കനിയുണ്ട് കാട്ടിൽ ആക്കണി വിണ്ണെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ മരം കാണാൻ വന്നൊരു പരദേശി കപ്പിത്താൻ ആ മരം വെട്ടാൻ വന്നൊരു പരദേശി കപ്പിത്താൻ എറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി എറിഞ്ഞപ്പോൾ ആ മരം നടുങ്ങി എറിഞ്ഞപ്പോൾ ആ മരം ചെരിഞ്ഞു എറിഞ്ഞപ്പോൾ ആ മരം വീണു ആ മരം വെട്ടിയിട്ടൊരു മത്സ്യക്കപ്പൽ തീർത്തു അതിന്മേലെന്തെല്ലാം വാണിജ്യമുണ്ടെന്നോ പ്രാണായക്കാർ ഞങ്ങൾ സുറിയാനിക്കാർ വന്നിറങ്ങി കൊടുക്കുന്നു ഞങ്ങൾ സുറിയാനിക്കാർ വന്നിറങ്ങി കൊടുക്കുന്നു ഇനി അടുത്തതായി നുള്ളി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ മുൻപോട്ട് കടന്നു വന്ന അവകാശികളായിട്ടുള്ളവര് ഭവനത്തിലുള്ളവർക്ക് അറിയാമല്ലോ, പേരിന്റെ ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടില്ല. നുള്ളി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ക്രമം അനുസരിച്ച് മുൻപോട്ട് കടന്നു വന്ന് നുള്ളി കൊടുക്കാം. ഇല്ല എങ്കിൽ അവസാനം നുള്ളി കൊടുക്കുന്ന ആള് ഇച്ചപ്പാട് എടുക്കുകയും ചെയ്യുന്നതാണ്. ഇനി താല്പര്യമില്ലല്ലോ. ഓക്കെ, ഇച്ചപ്പാട് എടുക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഇച്ചപ്പാട് എടുക്കുന്നത് സഹോദരി ഇച്ചപ്പാട് എടുക്കുന്ന മെലനി ബിജു. Oh
കൊടുക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ജെറിൻ്റെയും മിഷലിൻ്റെ വിവാഹത്തിന് വേണ്ടി അതിൻ്റെ മുൻപായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കപ്പെടുകയാണ്. അത് ചന്തം ചാർത്തൽ എന്ന ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷകരമായി വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെയെല്ലാം ആശംസിക്കുകയും ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നതിനും ദീർഘസുമംഗലിയായിരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഈ നല്ല കാര്യത്തിന് നമ്മളെല്ലാം വിളിച്ച് ഇവർ വലിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് അവരോട് പ്രത്യേകം ഭാഗ്യവാന്മാർ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തന്ന സൽക്കാരത്തെ വാങ്ങിക്കൊണ്ട് നല്ലതു വരുവാനായി യാത്രയും ചൊല്ലി വിശ്വനാഥനായ നിന്നെ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ആശ്രയം മറ്റാരുമില്ലൻ അച്യുതനാണേ. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. സാബു പാർവലയിൽ വാർഡ് ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ എത്തിയിരിക്കുന്ന ബന്ധുമിത്രാദികളെ, നമുക്കറിയാം നമ്മുടെ പടിഞ്ഞാറേമുറി കുടുംബം വടശ്ശേരിക്കര പഞ്ചായത്തിൻ്റെ ചെറുവളഞ്ഞി വാർഡിലെ ഒരു സജീവ കുടുംബമാണ് പടിഞ്ഞാറേമുറി കുടുംബം. പ്രിയപ്പെട്ട വേയിച്ചാന് നമ്മുടെ വാർഡിലെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട വേയിച്ചാന്. വേയിച്ചാൻ്റെ കൊച്ചുമകനായ ജെറിൻ്റെ ഇന്ന് വിവാഹത്തിന് മുമ്പേ ഉള്ള ഒരു ചന്തം ചാർത്ത് പരിപാടിയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ റാന്നി, അതോടൊപ്പം തന്നെ ചിങ്ങാനം, മറ്റു മേഖലയിൽ നിന്നൊക്കെ നമ്മുടെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ചന്തം ചാർത്ത് പരിപാടി നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഗ്രാനായക്കാരുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, നമുക്ക് നമ്മുടെ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ജ്ഞാനായക്കാരൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്വം. ആ ജ്ഞാനായ ബന്ധം ഊട്ടി പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് കല്യാണത്തിന് മുമ്പേ ഉള്ള മൈലാഞ്ചിടിയിൽ, അതോടൊപ്പമുള്ള കോതുവെട്ട് എന്നുള്ള ചടങ്ങുകൾ. പരികറിയും ഉൾപ്പെടെ വന്ന് നമ്മുടെ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ചെറുവളഞ്ഞി വാർഡിൻ്റെ പേരിലുള്ള സന്തോഷപ്രദമായ അനുമോദനവും ജെറിനോടും അതോടൊപ്പം ഇഷ്ണിയോടും അറിയിച്ചുകൊണ്ട്, നന്ദിപൂർവ്വം അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരു പാട്ടോടുകൂടി ഇത് അവസാനിക്കാം. അവർ സുറിയാനിക്കാർ നട 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 നടായി നട 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 നടായേ നട നടായേ നട നടായേ നട 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 നടായേ കന്യക്കാർ അവർ സൂറിയാനിക്കാർ അവർ ജ്ഞാനയക്കാർ നട 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 നടായേ നട 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 നടായേ. സിബി താഴത്തില്ലത്
പ്രിയപ്പെട്ട ജെറിൻ്റെയും മിഷേലിൻ്റെയും വിവാഹത്തിന് മുമ്പായിട്ടുള്ള ചന്തം ചാർത്തുമായി ബന്ധപ്പെട്ട് ഒരാഘോഷത്തിൻ്റെ പാരമ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ നിരവധി ചന്തം ചാർത്തുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിദേശത്തു നിന്ന് വന്ന സഹോദരങ്ങൾ നമ്മുടെ പാട്ടിന് താളം തുള്ളുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നത്. കാരണം അവർക്ക് അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയത്തില്ലേ പോലും ആ താളം അവരിൽ ഏറെ സന്തോഷം പകർത്തുന്നതാണ്. നിശ്ചയമായിട്ടും ഇത് നമ്മൾ സഹോദരങ്ങൾ തമ്മിലുള്ളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് വാക്കും അതിൻ്റെ അർത്ഥവും ഒന്നായിരിക്കുന്നത് പോലെ ജീവിതത്തിൽ അവർ ഒന്നായി തീരുവാനും ഒരുപാട് നന്മകൾ ഈ സഭയ്ക്ക് സമൂഹത്തിനൊക്കെ അവരിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എനിക്ക് മുന്നേ ആശംസകൾ അറിയിച്ചവർ പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു പാട്ടിലോട്ടൊന്നും പോകുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ട ജെറിനും മിഷേലിനും നാളെ കഴിഞ്ഞ് വിവാഹിതരാകുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നാനാക്കാർക്ക് മാത്രം അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു ചടങ്ങാണ് ചന്തം ചാർത്ത് മൈലാഞ്ചി. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എത്രയും പ്രിയപ്പെട്ട ജെറിൻ, നമ്മുടെ ജെയ്സൻ മിനി ചേച്ചി, ഞാനിവിടെ നിൽക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട റാന്നിയുടെ എം എൽ എ അഡ്വക്കേറ്റ് ത്രിഭുവൻ നായരിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം സാറ് ഇവിടെ ജാർഖണ്ഡ് പോയിക്കുവാണ്. എം എൽ എമാരുടെ ഒരു മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് ജാർഖണ്ഡിൽ പോയിക്കുവാണ്. ജയിച്ചേട്ടനവർക്ക് അറിയാം. അപ്പം സാറിന് വേണ്ടി എൻ്റെയും സാറിന് വേണ്ടി ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും ജയസേട്ടനും കുടുംബത്തിനും ജയസേട്ടൻ ജെറിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഈ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. 28-ാം തീയതി കല്യാണത്തിന് എട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് മോർണിംഗിലെത്തും ജാർഖണ്ഡിൽ നിന്ന്. കുടുംബത്തിന് വേണ്ടി സാറിന് വേണ്ടി എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിച്ചുള്ളൂ. താങ്ക് യു. do you do that with your eyes? You know it gets me every time.
I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart. ഒരു മരത്തിന്റെ മുകളിൽ ചെറുതായൊരു ചീനിക്കൊമ്പ് മുത്തുമുത്ത കൊഴിയണ പൂന്തേൻ തൊട്ടു തൊട്ടു മുത്തി കുടിക്കണ പെണ്ണെ കാടുവിട്ട് കരി വിട്ടി കടന്നെടുത്ത് നാട്ടിലാരും അറിയാതെ കടഞ്ഞെടുത്ത് തിരിഞ്ഞ് തടമെടുത്ത് പിന്നെ തുടമെടുത്ത് നിന്റെ വേലി തീർത്തു കല്ലിൻ കറുകറുത്ത മീയ വിരലു തൊട്ടളയ്യ കാട്ടുപൂവാ കരിങ്കല്ലിൻ കറുകറുത്ത മീയ വിരലു തൊട്ടളയ്യ കാട്ടുപൂവാ വലുതായൊരു മരത്തിന്റെ മുകളിൽ ചെറുതായൊരു ചീനിക്കൊമ്പ് മുത്ത കൊഴിയണ പൂന്തേൻ തൊട്ടു തൊട്ടു മുത്തി കുടിക്കണ പെണ്ണെ ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, മൂൺ വാക്കുമില്ലടാ, സ്റ്റാറുമല്ലടാ, ഒന്നുമല്ലടാ. എന്നാലും നാട്ടാരെ എന്നാട്ടിൽ ഞാൻ രാജാ മത്താരെ കിക്കാനെ മച്ചാനെ വാക്കിന് ഡാൻസ് കളി. அது பேரு கொக்கோலா 8000 வாட்ஸ் பல்பு அது எரிய தேவை பவர் அட குறைக்குது பாட்டாக்கு அட நமக்கு மேல காட்டே எட்டுக்கு போட்டி வேணாண்டா எல்லாமே உண்மை இசை தாண்டா நான் சொல்லும் கருத்து இது தாண்டா சைசாரே காமா பதனிசா ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா. Hey, master today. Hey, wait today. Hey, like that today. Hey, like that today. Hey, hey. Hey, hey, hey. तुम पे गईया तू चंडीगढ़ तो आई नहीं चंडीगढ़ तो आई नहीं तुम देख के होके मरते ने खड़े चौका बिच पानी नहीं छोटी से काला दिल कुड़िए छोटी से काला दिल कुड़िए जो दागे जिनते टुकड़े थे तेन काला चश्मा ए काला चश्मा ओ काला 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 काला
നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വീട്ടിൽ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വീട്ടിൽ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. பொன்னகில குந்திருக்கும் வெண்புகை நெஞ்சரிப்பு, நின்னழகு காத்திருக்கும் வீடனுக்கு சொர்க்கமல்லு. നിന്നിഴൽ സഞ്ചരിക്കും വീതിയിൽ സ്നേഹപദം, കണ്ടെടുത്ത് എങ്ങും എങ്ങും മിന്നിടുന്നു നിന്റെ മുഖം. എന്റെ കുട്ടി വന്നടുക്കും തെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കട കണ്ണിൽ. തട്ടിടുത്തോ തട്ടിടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പോ നിൻ കൊത്തു തന്നിടുമ്പോൾ കൊണ്ടിടുമ്പോൾ ആദ്യം ഞാനും അതിൽ ചൊല്ലാ ഞാൻ. പെൺമണിമാരുടെ കരിവഴി കണ്ട ചങ്കിനകത്തൊരു ചമ്പടമേളം തുടിക്കും കരികിടതാളം. സുന്ദരിമാരുടെ കലമൊഴി കേട്ടാൽ കരളിനകത്തൊരു കരിവഴതാളം. ഒത്തിരി മോഹത്തെളി നീരാട്ടം പഞ്ചവാദ്യം നെഞ്ചിലഞ്ചി തഞ്ചി കൊഞ്ചിക്കൂടും. പെൺമണിമാരുടെ കരിവഴി കണ്ടാൽ ചങ്കിനകത്തൊരു ചമ്പടമേളം തുടിക്കും കരികിടതാളം. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരും നോടി, പോരുമ്പം പൂക്കുമ്പത്താടും നോടി, അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി. തരുമോ തിരുനാളിൽ നിന്നെ കൊന്നു. ഓ കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരും നോടി. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരും നോടി. ജയ 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 വേൽ 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 ശൂരം പടകുട ചമ്പട കൊട്ടിക്കോലും തുള്ളും താളം, വീരം പടകുട പെൺകുട്ടി കയറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലി കൊന്നതിന് മേലെ കാവടി എന്തും വേണം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിട് തകിലടി വേണം. ഇത് മാമല മേലെ സൂര്യൻ പുലരിക്കതിരിൻ വള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വള്ളിത്തേരാണ്.
ശൂരം പടകുട ചമ്പട കൊട്ടിക്കോലും തുള്ളും താളം വീരം പടകുട പെൺമുടി കയറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ ചൊല്ലിക്കുന്നിൽ മേലെ കാവടി എത്തും വേണം ഇന്നക്കരയുള്ള വലിക്കര എത്തും തക്കിടതകിലടി വേണം ഇത് മാമല മേലെ സൂര്യദിക്കും പുലരിക്കതിരിൽ വള്ളിത്തേരി കാടും മലയും പുഴയും കടന്നും കേറി വരുന്നൊരു വള്ളിത്തേരാണ് ഈ താരാസുരനെ വടിവേലെ കൊക്കാണല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു ഈ ശൂരപത്മന്റെ ശബരിമല കാണാൻ ഉദ്ദേശിക്കുന്നത് വേറെയാണ്. മനുഷ്യൻ അതൊന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കാണിക്കണം. താല്പര്യമുണ്ടോ? Yeah.
से नाचो मेरी तो आग लगे आग लगे आग लगे दिल मेरा आज न सोया साथ आज न सोया साथ आज न सोया साथ दिल मेरा